എന്റെ പേര് സുജാമോൾ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഞാൻ LIC ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അമ്മയുടെ തൈറോയിഡിന്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. പക്ഷെ ഞങ്ങൾക്കൊരു മിറാക്കിൾ റിസൾട്ട് ഈ അടുത്തിടെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അപ്പച്ചിയുടെ വീട്ടിൽ വിരുന്ന് പോവുകയുണ്ടായി കഴിഞ്ഞ മാസമാണ്. അവിടെ വെച്ച് അച്ഛൻ സ്റ്റെപ്പ് കാലൊന്ന് തെറ്റി, അതായത് ടൈലിൽ നിന്ന് കാല് തെന്നി താഴേക്ക് വീഴുകയുണ്ടായി. അപ്പോ എന്റെ അച്ഛന്റെ മുട്ട് അവിടെ വെച്ച് ഒടിയുക ചെയ്തേ. ഞങ്ങൾ എല്ലാവരും അടുത്തുണ്ടായിരുന്നതുകൊണ്ട് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അച്ഛനെ. അവിടെ കൊണ്ടുപോയി അർത്തുങ്കൽ ആണ്, ചേർത്തല ഹോസ്പിറ്റലാണത്. അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേയിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അച്ഛന്റെ മുട്ടിന്റെ ചിരട്ട മൂന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് ഡോക്ടറെ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ അമൃതയിലാണ് അച്ഛനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ശനിയാഴ്ച തന്നെ അച്ഛൻ, അതായത് ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്, അന്നേരം തന്നെ ഞങ്ങൾ അമൃതയിലേക്ക് പോയി. അവിടെ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അച്ഛനെ എക്സ്റേ അവിടെ വെച്ച് അവരെടുത്തു. ആ സമയത്ത് അവർ പറഞ്ഞത് ഇതുപോലെ തന്നെ മുട്ടിന്റെ ചിരട്ട മൂന്നായിട്ട് കട്ടായിട്ടുണ്ട്. അതൊരു ചെറിയ വയറ് പോലത്തെ ഒരു കമ്പി കൊണ്ട് ഈ മൂന്നും കൂടെ കൂട്ടിക്കെട്ടി വേണം കണക്ട് ആക്കാനായിട്ട്. എന്തായാലും നമുക്ക് സർജറി വേണ്ടി വരും. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ തിങ്കളാഴ്ചത്തേക്ക് സർജറിക്ക് വേണ്ടി റെഡി ആയിക്കോളാൻ പറയും. വാട്ടർനജിപ്പാട് അച്ഛന്റെ വലത് കാലിൽ പിന്നെ ഇത് മുട്ടിന്റെ ചിരട്ട പൊട്ടിയതിന്റെ മുന്നിൽ കുറച്ച് മേലോട്ട് കയറ്റി വെച്ച് ഞങ്ങൾ കെട്ടുകയും കാലിന്റെ ഏറ്റവും താഴെവശം നമ്മുടെ റിസ്റ്റ് ബാൻഡും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടെ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ മെഡിസിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ ടൈമിൽ അച്ഛന് ഒരു ഷുഗർ ലെവൽ പെട്ടെന്നൊന്ന് കൂടുകയുണ്ടായത്. ഇൻസുലിൻ എടുത്ത് നോർമൽ ആകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഡോക്ടർ തിങ്കളാഴ്ചയാണ് സർജറി പറഞ്ഞത്. തിങ്കളാഴ്ച 10 മണിയായപ്പോൾ ഡോക്ടേഴ്സ് ഒരു 2-3 ഡോക്ടേഴ്സിന്റെ പാനൽ വന്നു. അവര് വന്നു ഡോക്ടറിനെ പേഷ്യന്റിനെ കാണുന്നു. അപ്പൊ അച്ഛനോട് ചോദിക്കുന്നുണ്ട് വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലിന്റെ മുട്ട് പൊട്ടിയിരിക്കുന്ന ഒരാൾക്ക് നല്ല വേദനയായിരിക്കും. കാരണം വീഴുന്ന സമയത്ത് അച്ഛന് നല്ല വേദനയില്ല, അച്ഛൻ കരയുക ചെയ്ത. ഈ മുട്ടിന്റെ ചിരട്ട പൊട്ടിയിരിക്കുന്ന ഒരാളുടെ ആ പ്രസ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ പ്രസ് ചെയ്തിട്ട് അച്ഛന് വേദനയില്ല. അത് ഡോക്ടർക്ക് ഒരു അത്ഭുതമായി. അപ്പൊ ഡോക്ടർ ചോദിച്ചു അച്ഛനൊന്ന് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നടക്കാമെന്ന് പറഞ്ഞു. വാക്കറിൽ അച്ഛനെ ഡോക്ടർ തന്നെ നടത്തി നോക്കി. ഡോക്ടർക്ക് തന്നെ ഒരു അതിശയം. കാരണം ഇത് ഇത്രയും കട്ടായിരിക്കുന്ന ഒരാളത് വേദന ഇല്ല എന്ന് പറയുന്നു, നടക്കാന്നും പറയുന്നു. അപ്പോഴാണ് അച്ഛന്റെ കയ്യില് റിസ്റ്റ് ബാൻഡ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന പോലെ. അപ്പോഴാണ് ഡോക്ടർ അത് ഫോട്ടോ എടുത്തു. കൂടെ ഒരു 2-3 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്തൊക്കെയാ ഡോക്ടർ ചോദിച്ചു, ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇത് മോള് വാങ്ങി തന്നതാണ്, മാഗ്നറ്റിക് തെറാപ്പിയുടെ ആണെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് നിന്ന് ഡോക്ടർ ഉടനെ തന്നെ, ഈ ഡോക്ടർ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യുവാണ് ആ സമയം കൊണ്ട്. അപ്പോൾ അടുത്ത് നിന്ന് ഡോക്ടർ പറഞ്ഞു നമ്മളുടെ ഇവിടെ ഇത് 4 പേര് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറെ, അത് മാഗ്നറ്റിക് തെറാപ്പിയുടേതാണെന്ന് പറഞ്ഞു. ഓൾറെഡി ആ ഡോക്ടർ തന്നെ അവിടെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായത്. അപ്പൊ തന്നെ ഡോക്ടർ എന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് സ്കാൻ ചെയ്യാനുണ്ട്, ആ റിപ്പോർട്ട് കൂടെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ സ്കാനിങ് ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. അവർ അരക്കി റിപ്പോർട്ടുള്ള സ്കാനിങ് ഒന്നുകൂടെ എടുത്തു. എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ആ റിസൾട്ടിലെ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് അച്ഛന് സർജറി വേണ്ട, ഒരു മെഡിസിനും അച്ഛന് കൊടുക്കണ്ട, നാളെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആവാം, അച്ഛന്റെ അസ്ഥികൾ തമ്മിൽ ജോയിന്റ് ആകാൻ തുടങ്ങിയെന്ന്. വേദന ഇല്ലാത്തത് എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനും അപ്പുറം ഈ അസ്ഥികൾ തമ്മിൽ ജോയിന്റ് ആകുക എന്ന് പറഞ്ഞാൽ 69 വയസ്സായി അച്ഛന്. പ്രായമായ ഒരാളുടെ അസ്ഥികൾ ജോയിന്റ് ആകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഞങ്ങൾ എല്ലാവരും സന്തോഷവും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെ വളരെ ഒരു ഇതില്ലായിരുന്നു. അങ്ങനെ ഇന്നിപ്പോ അച്ഛനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പം 3ാമത്തെ ആഴ്ചയാണ്. ഒരാഴ്ച കഴിഞ്ഞ് എക്സ്റേ എടുത്ത് വീണ്ടും കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കൊണ്ട് കാണിച്ചിരുന്നു. അപ്പൊ അസ്ഥികൾ തമ്മിൽ കുറച്ചുകൂടെ അടുത്തിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ എക്സ്റേ 2 ആഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നത് 2 അസ്ഥികൾ തമ്മിൽ ജോയിന്റ് ആയി കഴിഞ്ഞു, ഇനി ഒരു കുറച്ചുകൂടെ ഉള്ളൂ, ടിഷ്യൂസ് തമ്മിൽ ജോയിന്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് അച്ഛന് വേണ്ട, അച്ഛന് ധൈര്യമായിട്ട് ഇനി നടക്കാമെന്നാ പറഞ്ഞിരിക്കണേ. എന്റെ അച്ഛൻ ഇനി വാക്കറിലോ മറ്റു കാര്യങ്ങളിലോ നടക്കണ്ട, നോർമലി ഒരാൾ നടക്കുന്ന പോലെ നടക്കാമെന്ന്. അത് കാരണം എന്റെ വീട്ടിലെ ഈ റിസൾട്ട് കാണാൻ വേണ്ടി തന്നെ എന്റെ നാട്ടുകാരെല്ലാവരും ഓരോരുത്തർ വരുന്നുണ്ട്. അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സർജറി പറഞ്ഞിരുന്ന ആള്, മുട്ട് പൊട്ടിയ ഒരാള്, അത്രയും ഒരു ഹെവി റിസൾട്ടാണ് എന്റെ വീട്ടിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അതിന് ഞങ്ങൾ ഈ ബയോട്ടോറിയം ഫാമിലിയോടും സാഗർ ജോഷി സാറിനോടും എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുകൊണ്ട് ഇത് ഇനിയും ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനും എന്റെ ഫാമിലിയും.